ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിൽ കണ്ട പോലെ നമ്മളിന്ന് വൈക്കിംഗ് ടൂറിന് പോവാണ്. വൈക്കിംഗ് സ്പ്ലാഷ് ടൂർ എന്നാണ് പറയുന്നത്. വൈക്കിംഗ് സ്പ്ലാഷ് ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കരയിലും വെള്ളത്തിലും ഒരുപോലെ പോകുന്ന ബസ് ഉണ്ടല്ലോ, ബസ്സോ ബോട്ടോ, കരയക്കോടെയും വെള്ളത്തിൽ. നിങ്ങൾ ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് സിനിമയിലൊക്കെ ആ ദിലീപിൻ്റെ ആ പാട്ടിൽ വെള്ളത്തിൽ കൂടെയൊക്കെ പോണ സംഭവമില്ലേ, ആ സംഭവമാണ് വൈക്കിംഗ് സ്പ്ലാഷ് ടൂർ. അതിൽ പോകാൻ പോവാണ് അയർലൻഡിൽ. അപ്പോൾ അതിലേക്ക് പോകണേക്ക് മുന്നേ ചരിത്രം കുറച്ച് അറിയണമല്ലോ. ചരിത്രം പറയുകയാണെങ്കിൽ ഈ വൈക്കിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ലോകം ഭയപ്പെട്ടിരുന്ന അതിശക്തരായ കടൽ കൊള്ളക്കാരായിരുന്നു ഈ വൈക്കിങ്സ് എന്ന് പറയുന്നത്. അവർ പല രാജ്യങ്ങളിൽ പോയി ആൾക്കാരെ കൊല്ലുകയും അതുപോലെ സാധനങ്ങൾ മോഷ്ടിച്ച് വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ബേസിക്കലി കടൽ കൊള്ളക്കാരാണ് ഈ വൈക്കിങ്സ്. അവർ ഈ മൃഗങ്ങളുടെ കൊമ്പ് വെച്ചുള്ള ഹെൽമെറ്റൊക്കെ വെച്ചാണ് അവർ നടന്നിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ടൂറിന് പോകുമ്പോൾ ഇവർ നമുക്ക് ഇതുപോലത്തെ ആ ഹെൽമെറ്റൊക്കെ തരും, മൃഗങ്ങളുടെ കൊമ്പ് വെച്ചുള്ളത്. അപ്പോൾ വണ്ടിയിലുള്ള എല്ലാവരും ഇതുപോലെ കൊമ്പൊക്കെ വെച്ചായിരിക്കും സിറ്റി കറങ്ങി കാണാൻ പോണേ. അവർ വളരെ പണ്ടോട്ടുള്ളവരാണ്. അതായത് ഇവിടെയും അയർലൻഡിലും വന്നിരുന്നു. 795 AD അയർലൻഡിൽ വന്ന് ഇതുപോലെ റെയ്ഡ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ എടുക്കുകയും സംഭവങ്ങളൊക്കെ ചെയ്തത്. അതുപോലെ ഇതൊക്കെ ഞാൻ വായിച്ചറിഞ്ഞ കേട്ടോ, വായിച്ചും വീഡിയോ കണ്ടൊക്കെ അറിഞ്ഞതാണ്. പിന്നെ കൊളംബസ് അമേരിക്കയിൽ പോണേക്കും 500 വർഷം മുന്നൊക്കെ ഇവർ അമേരിക്കയിലൊക്കെ പോയി എന്നാണ് വായിച്ച് ഞാൻ അറിഞ്ഞത്. അങ്ങനെയൊക്കെയാണ് വൈക്കിങ്സിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ ഈ പോകാൻ പോണ ബസ്സോ ബോട്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് വേൾഡ് വാറിൽ യൂസ് ചെയ്തിരുന്നതാണ്. ഈ സോൾജേഴ്സിന് മെഡിസിൻസും അതുപോലെ ഫുഡൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതായത് അത്രയും വർഷം പഴക്കമുണ്ട് ആ ബോട്ടിനൊക്കെ. ഇപ്പം അത് കുറേ പഴക്കമായതുകൊണ്ട് ഇവർ പുതിയ ബോട്ടിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും മില്യൺസൊക്കെ ചിലവഴിച്ചാണ് പുതിയ ബോട്ടിന് ഓർഡർ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അധികം നാളെ ഈ സംഭവം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ നദി കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലെ തന്നെ വന്നത് ഡിപ്പാർച്ചർ പോയിന്റിൽ എത്തിയിട്ടുണ്ട് വൈക്കിംഗ് സ്പ്ലാഷ് ടൂറിൻ്റെ. ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എങ്ങനെ ബുക്ക് ചെയ്യാം കാര്യങ്ങളൊക്കെ. ഇത് കണ്ടോ, ഇവിടെ QR കോഡൊക്കെ വേണമെങ്കിൽ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ബുക്ക് ചെയ്തത് ഓൺലൈനിൽ കൂടെ, അതായത് ഇവരുടെ തന്നെ സൈറ്റിൽ കയറി ഓൺലൈൻ ബുക്ക് ചെയ്യുക ചെയ്തത്. അഡൽട്ടിന് 35 യൂറോയും അതുപോലെ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ 32 യൂറോയും. അപ്പോൾ സ്റ്റുഡൻറ്റ് കാർഡ് കാണിക്കണം ഇവിടെ വരുമ്പോൾ. അപ്പോൾ നമ്മൾ 2 അഡൽട്ടും ഒരു സ്റ്റുഡൻ്റായിട്ടാണ് എടുത്തത്. നമ്മുടെ ബസ് വരുന്നത് 11:30 വരുന്നത്. നമ്മളിപ്പോൾ 10:30 ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഒറ്റ ആളെയും കാണാനില്ല. അത് കണ്ട, ആകെ നമ്മൾ മാത്രമുണ്ട്. വേറെ ഇവിടെ ഹോപ്പ് ഓഫ് ബസ്സും അതുപോലെ ബിഗ് ബസ് ടൂറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്പർ കൊടുത്താണെങ്കിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 15 മിനിറ്റ് മുന്നേ വന്നാൽ മതി. അതനുസരിച്ച് അപ്പോൾ ബോട്ടും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇതിൻ്റെ സീറ്റ് വന്നത് മൊത്തം 28 സീറ്റാണ് ഇതിൽ വന്നത്. അതിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലാണ് സീറ്റ് കൊടുക്കുന്നത്. അതായത് ആദ്യം ആര് വന്നോ അങ്ങനെ സീറ്റ് കൊടുക്കണേ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വന്നത്, സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടി. ഈ ബോട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം ഓപ്പണാണ്, വിൻഡോ കാര്യങ്ങളൊന്നുമില്ല, ഗ്ലാസോ കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ബോട്ടാണ്. ഇത് കരയെക്കൂടെ പോയി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളത്തിലിറങ്ങി വെള്ളത്തിൽ കൂടെ ബോട്ടുമായിട്ട് പോകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രൈസ് പിന്നെ ചൈൽഡ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ചൈൽഡിനും 32 29 യൂറോ അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് തന്നെ. പ്രൈസും എല്ലാ ഡീറ്റെയിൽസും സൈറ്റിൽ തന്നെ കിടപ്പുണ്ട്. അത് തന്നെയല്ല എപ്പോഴൊക്കെയാണ് എന്നുള്ളതിൻ്റെ ടൈമിങ്ങും സൈറ്റിൽ കിടപ്പുണ്ട്. ഒരുവിധം എല്ലാ സമയത്തും ഇത് ഫുള്ള് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ സൈറ്റിൽ നോക്കിയിരിക്കുക, അങ്ങനെ എടുക്കുക. പിന്നെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ, നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. പിന്നെ ബസ് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മുടെ വണ്ടി വന്നു ഗൈസ്, ഇതാണ് വണ്ടി വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റി, ലേറ്റായി പോയി. വണ്ടി കയറി കണ്ടോ, എല്ലാവരും കൊമ്പൊക്കെ വെച്ചിരിക്കണുണ്ടോ. ഇതാണ് ഗൈസ് ആ സംഭവം. കണ്ടോ, അതാണ് മറ്റേ വൈക്കിങ്സിൻ്റെ തൊപ്പി എന്ന് പറഞ്ഞത്. നമുക്കിത് വെച്ചിരിക്കാം ഗൈസ്. എല്ലാവരും കൊമ്പൊക്കെ വെച്ചിരിക്കുമ്പോൾ കാണാൻ പ്രത്യേക ഭംഗിയാണ്. കണ്ടോ, എല്ലാവരും ഇതുപോലെ കൊമ്പൊക്കെ വെച്ചിരിക്കുന്നത്. കൊമ്പ് ചാടിപ്പോവും, ബെൽറ്റൊന്നുമില്ല, സൂക്ഷിച്ച് വെക്കണം. അതുകൊണ്ട് കണ്ട ഡാഡി മമ്മി ഹെൽമെറ്റും വെച്ചിരിക്കുന്നത്. ഇത് തെറിച്ചു പോട്ടാ, കറക്റ്റ് കാട്ടാളൻ്റെ ലുക്കുണ്ട്. കാറ്റത്ത് ചിലപ്പോൾ പോകും, ഫോട്ടോ എടുക്കാൻ മാത്രം ഭംഗി ഉണ്ടാവുള്ളൂ. അതായത് കാറ്റടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറന്നൊക്കെ പോകും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കണ്ടതാണ് നമ്മുടെ വണ്ടി. ഡ്രൈവർ അവിടെ ഇരിക്കും, ഗൈഡ് ഉണ്ടാവും, ഗൈഡ് കാര്യങ്ങളൊക്കെ പറയാൻ അവിടെ ഇരിപ്പുണ്ടാവും. അപ്പോൾ ഗൈഡ് ഇങ്ങനെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഗൈഡ് അതിൽ അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കേൾക്കാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഗൈഡ് പറയുന്നത് കേൾപ്പിച്ചതരാം, അല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ പോലെ കൊടുക്കാം.
നോക്കട്ടെ എന്താ പറ്റാണ്. കണ്ടോ എല്ലാവരും കൊമ്പൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ, നല്ല ഭംഗി. കണ്ടോ അതാണ് ഗൈഡ്. ഗൈഡ് അവരുടെ ഡ്രസ്സൊക്കെ പോലിട്ട് വന്നങ്ങനെ ഉണ്ട്. Don't be scared, it's fine. I won't be talking to you, just exclusively. We'll talk to the boat. Fine. കണ്ടോ അത് അതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നുണ്ട്. ഇതാണ് ഗൈഡ്. ഡ്രൈവർ വേറെ ആളുണ്ടാവുമായിരിക്കും. ഇവർ ഭയങ്കര ഫണ്ണി ആയിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുക. ഭാഗ്യത്തിന് ഡാഡിയും മമ്മിയാണ് ഫ്രണ്ട്. This is Pierce, our driver. Give him a round of applause. It's his first day today. He's a bit nervous now. We had a few whiskeys up the road just to settle the nerves. He got one of them driver's license last night from one of them Indian websites. You know, he's grand, not a bother, isn't he? We're going to bring you into Dublin town. We're going to tell you all about the history of Dublin, the history of Ireland. We're going to show you some of the landmarks. We're going to have a bit of fun with the boys and girls as well. We might sing a few songs, will we? സിറ്റി ടൂറും കൂടിയാണ്. അപ്പം ഇവര് പറയുന്നത് ഇപ്പൊ കേട്ടിരിക്കാം. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും. Largest Viking settlement outside of Scandinavia. Rago. Hey, give them a roar on the people in the street. You ready now? 1, 2, 3. Hey! There we go. I'll talk to you in an hour. Anyway, that's the Viking roar. Give them a roar to that. 1, 2, 3. Hey! Lovely stuff. And there's the entrances into Temple Bar, the various little old alleyways with old street names: Eustace Street, Cowes Lane, and further on, Fish Amble Street, Old English word for market, Fish Market Street. Of course, there would have been a lot of people selling fish in Dublin town back in the old days. We're always by the water. After reap the corn to leave where I was born, cut the stout the corn to banish ghosts and grumble and tran. You pair of bros, crippling over the bus to frighten all the dogs on the rock. ആൾക്കാരൊക്കെ നോക്കി വണ്ടി നിറച്ച് കാട്ടാളന്മാര് പോകും. Here we go. 1, 2, 3. Right, so 1, 2, 3. Happy St. Patrick's Day. Wonderful. Hello. Wow, the Irish are so friendly. Wonderful. മമ്മിയുടെ ആരെങ്കിലും കൊമ്പിരിക്കണോണ്ട് പുള്ളിനെ ഇങ്ങനെ അധികം കാണിക്കാൻ പറ്റുന്നില്ല. ഡ്രൈവർക്ക് കൊമ്പൊന്നും ചാട്ടുന്നുണ്ടോ? ഡ്രൈവറാണ് ആ ഇതി കാണുന്നത്. വലിയ ആൾക്കാരൊക്കെ കൊമ്പ് വെച്ചിരിപ്പുണ്ട്. നമ്മൾ കുറച്ചൊരു കൊമ്പ് വയ്ക്കാതെ പുറത്തുനിന്നുള്ളവർക്കൊക്കെ അത്ഭുതമാണ്. വേണ്ട പുറത്തുനിന്നുള്ളവർക്കൊന്നും അവർക്കൊരു അത്ഭുതം. വണ്ടി മൊത്തം കാട്ടാളന്മാർ വേണ്ട. ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കണുണ്ടോ? കൊള്ളാം. എന്തായാലും എല്ലാവരും നമ്മളെ വിരൂപന്മാരായിട്ട് ഇങ്ങനെ കാണും. അടിപൊളിയാണല്ലോ. എങ്ങനെയുണ്ട്? കൊള്ളാം. എന്തായാലും കണ്ടോ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് 28 പാസഞ്ചേഴ്സ് അലൗഡ് ആയിട്ടുള്ളൂ. പിന്നെ സീറ്റ് ബെൽറ്റ് ഇടണം. ലാൻഡിൽ പോകുമ്പോൾ വാട്ടറിൽ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഊരിയിടാം. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ബസ് മേജേഴ്സ് ഉണ്ട്. ഇതുണ്ട്, ഇത് മൊത്തം ഓപ്പണാണ്. മുകളിലും ഫുൾ ഓപ്പണാണ്. ഇവിടെയും ഗ്ലാസോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് കൈയൊക്കെ ഇങ്ങനെ പുറത്തിടാൻ പാടില്ല, പക്ഷേ പുറത്തേക്ക് ഇങ്ങനെ പോകും. പിന്നെ നല്ല ദിവസം എന്തായാലും വെയിലൊക്കെ ഉള്ളതുകൊണ്ട്. ഇതാണ് ഫേമസ് ഷാർപ്പിന്റെ ഷേപ്പിലുള്ള ആ ബ്രിഡ്ജ്. പുള്ളിയിട്ടിരിക്കുന്ന ഈ ഔട്ട്ഫിറ്റ് കണ്ടോ, അത് ഈ വൈക്കിങ്സ് ഇടാറുള്ള ഔട്ട്ഫിറ്റാണ്. പുള്ളി കൊമ്പൊന്നും വെച്ചിട്ടില്ല, പക്ഷെ ഇതുപോലത്തെ രൂപത്തിലൊക്കെയാണ് അവർ നടന്നിരുന്നത്. അതുകൊണ്ടാണ് ഗൈഡ് ആ ഡ്രസ് ഇട്ടാണ്. ഇവിടെയാണ് റിവർ എൻഡ് ചെയ്ത് സീയിലേക്ക് ജോയിൻ ചെയ്യണം. ആ ഭാഗത്ത് ഇങ്ങനെ നമ്മുടെ ബോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സമയമായി കഴിഞ്ഞപ്പോൾ അവർ നിർത്തി നമുക്ക് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ തരും. ഇതൊക്കെ ഇട്ടിട്ടാണ് അവർ ഈ ബോട്ട് അതിലേക്ക് ഓടിച്ചിറക്കുക. മൊത്തം 1.5 മണിക്കൂർ തന്നെ സിറ്റി ടൂറിൽ 15 മിനിറ്റോളാണ് വെള്ളത്തിലെടുക്കുക. വെള്ളത്തിൽ പോകാൻ പോകുന്നതുകൊണ്ട് ഇവിടെ ഫ്ലോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക സാധനം വെക്കുന്നുണ്ട്. ബോട്ടിൻ്റെ സൈഡിൽ ഈ സാധനം ഫിറ്റ് ചെയ്യും. വേണ്ട ഇപ്പം എല്ലാവർക്കും ഒരു ലൈഫ് ജാക്കറ്റ് കൊടുത്തോണ്ടിരിക്കാം. നമ്മൾ ഇട്ടിട്ട് വരാം. അല്ല നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഫുൾ സെറ്റായി. ബോട്ടിലുള്ള എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ട് സെറ്റായി. എല്ലാവരും ഓറഞ്ചൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ഇനി നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോയിരിക്കും. വേണ്ട ബോട്ടിൻ്റെ സൈഡിൽ ഫ്ലോട്ട് ചെയ്യാനുള്ള സാധനങ്ങളും സംഭവങ്ങളൊക്കെ വെച്ചു. നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകും. Band called U2 said, let's go down here and find one of these old warehouses and use it as a rehearsal studio. Jogging down now.
sitting up there, painted big red and white jobs. But the Coolbag incinerator chimneys, they were built in the നമ്മുടെ ബോട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് അവിടെ ആ മിററിൽ കാണാൻ പറ്റും എങ്ങനെയാ പോണേന്നുള്ളത്. ആ കാണുന്ന നമ്മുടെ മഞ്ഞ കളറിൽ നല്ല ഭംഗി പോയിക്കൊണ്ടിരിക്കുന്ന സാധനം പുള്ളിങ്ങനെ ഓരോ സാധനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഹെൽമെറ്റ് ഭയങ്കര പാടാണ്, ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ഊരിയൊക്കെ പോകും. നമ്മളിത് തിരിച്ച് കയറാൻ പോവാ. ഈ സാധനമാണ് ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കരയിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തിരിച്ചതെടുത്ത് വയ്ക്കും. ഈ കാണുന്ന വഴിക്കാണ് നമ്മൾ ഇറങ്ങിപ്പോയതും കയറി വന്നത്. ഇനി നേരെ തിരിച്ചു പോവാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ബോട്ടുള്ളൂ എന്ന് തോന്നുന്നു. മുന്നേ 6 ബോട്ടുണ്ടായിരുന്നു. ലോക്കി, ഫ്രയ, അതുപോലെ തോർന്നൊക്കെ പറഞ്ഞ് കുറേ ബോട്ടുകളുണ്ടായിരുന്നു. കുക്ക് ചെയ്യുമ്പോൾ മറന്നു പോകും. അങ്ങനെ കുറേ എണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പറഞ്ഞുള്ളൂ എന്ന് തോന്നുന്നു. കാരണം അവിടെ നിർത്തിയിട്ടപ്പോഴും അധികമൊന്നും കണ്ടില്ല. ഞാനിത് വണ്ടിൻ്റെ വീഡിയോ എടുക്കാനും മറന്നു വയ്ക്കും. ഇറങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗം കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ തുടങ്ങിയോടത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. കണ്ട ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയോടത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തി. എല്ലാവരും കൊമ്പ് സാധനങ്ങളൊക്കെ ഊരി ഇറങ്ങാൻ നോക്കാം. ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തിട്ട് ഇതാണ് വണ്ടി. അവിടെ ഒരു രസകരമായിട്ടൊരു സംഭവിച്ചതാണ്. ബോട്ട്സ് ആർ അക്സെപ്റ്റഡ് ആസ് ഈസ് ബട്ട് ക്യാഷ് ഈസ് ബെറ്റർ. ആടിനെ വരെ ഒരു ടിപ്പായിട്ട് എടുക്കും. കണ്ട ഉള്ള എന്തായാലും വണ്ടിയുടെ പുറം ഭാഗം ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. പറഞ്ഞ സമയത്ത് എടുക്കാൻ പറ്റിയില്ലല്ലോ, കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങാൻ പോവുകയാണ്. കണ്ട എല്ലാവരും ഇറങ്ങിപ്പോയി. നമ്മളാണ് അവസാനത്തെ. ഹെൽമെറ്റൊക്കെ അവിടെ വെച്ച് ഇനി പുറത്തേക്ക് ഇറങ്ങണം. ഇതാണ് വണ്ടിയുടെ ഉൾവശം. ഹെൽമെറ്റ് താഴെ പോയില്ല, ഇവിടെ ഇരിക്കട്ടെ. ഇതാണ് കണ്ട ഇവിടെ ഇരിക്കണവർക്ക് കുറച്ച് കയറിയിരിക്കാം. അങ്ങനത്തെ സീറ്റാണ്. ഫ്രണ്ടിലേക്ക് കുറച്ച് കുറഞ്ഞ സീറ്റും. സ്റ്റെപ്പ് വഴിയൊക്കെയാണ് നമ്മൾ കയറി വന്നത്. കണ്ട ഇത് എങ്ങാണ്ടും വെച്ച് മടക്കി അകത്തേക്ക് എടുത്ത് വയ്ക്കും പോകാൻ നേരത്ത്. നമ്മൾ ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങിപ്പോണം. താങ്ക് യു. ഇതാണ് വൈക്കിങ്സിൻ്റെ ഡ്രസ് ഇട്ട പുള്ളി. ഇതാണ് ബോട്ട് പുറത്തൊന്നും കാണിക്കാൻ പറ്റിയില്ലല്ലോ. ബാക്കിൽ 2 ടയറും കാര്യങ്ങളും. ഇങ്ങനെ ഇരിക്കും ബോട്ട്. സെക്കൻഡ് വേൾഡ് വാറിൽ യൂസ് ചെയ്ത ബോട്ടാണ്. ഇതാണ് ലോക്കി. ഇപ്പം എനിക്ക് തോന്നുന്നു ലോക്കി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. വേറെ തോറും ഫ്രൈയും അങ്ങനെ കുറേ 6 ബോട്ടുകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നണേ. എന്തായാലും കൊള്ളാം. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം. അപ്പുറത്തെ സൈഡ് ഈ റോഡായതുകൊണ്ട് അപ്പുറത്ത് പോയി നിൽക്കുന്നില്ല. 2 സൈഡും അതുപോലെയൊക്കെ തന്നെ കൊള്ളാം. മൊത്തം ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിൽ സ്ക്രീനും ഉള്ളിൽ നിന്ന് നോക്കിയാൽ കാണാനൊക്കെ പറ്റും. ഇതാണ് നമ്മൾ പോയി വന്ന ബോട്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അതെ, പൈസ കൊടുത്താലും അടിപൊളിയായിരുന്നു. എന്തായാലും ഇന്ന് ആംഫിബിയൻ ബോട്ട് എന്നും പറയും, അതുപോലെ വൈക്കിംഗ് സ്പ്ലാഷ് ടൂർ എന്നും പറയും. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ പുതിയ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായിരിക്കും ബൈ.